മാധ്യമങ്ങൾക്ക് ഒരു വിലയില്ലാത്ത കണ്ണീർ കണ്ടേ. ഇത്രയും കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്ക്. അതിന് വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ച് ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. കണ്ണൂർ കണ്ണപുരം ചുണ്ടയിലെ CPM പ്രവർത്തകനായ റിജിത്തിന്റെ അമ്മയുടെ കണ്ണീരാണ്. RSS പ്രവർത്തകർ 19 വർഷം മുമ്പ് കൊന്നു തള്ളിയ റിജിത്ത് വിധി വരാനെടുത്തത് 19 വർഷം. ആ കണ്ണീര് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ദേ ഈ കാണുന്നതാണ് റിജിത്തിന്റെ അമ്മ. ഈ അമ്മയുടെയോ ആ കുടുംബത്തിൻ്റെയോ മകൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും വികാരനിർഭരമായ വാർത്തകൾ നിങ്ങൾ കണ്ടതായി ഓർക്കുന്നോ? അതില്ലെന്നേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. പെരിയയിൽ വാർത്താ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഒരു വല്ലാത്ത വികാരം മാധ്യമങ്ങൾക്കിടയിൽ നിങ്ങൾ കാണാൻ പറ്റും. എത്രയെത്ര കണ്ണീരുകൾ. വിധി വരുമ്പോഴുള്ള ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ കോടതിയിൽ ക്യാമറ, വീടുകളിൽ ക്യാമറ, പ്രതികൾ പോണെടുത്ത് ക്യാമറ, CPMുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ക്യാമറ, എത്രയെത്ര ക്യാമറ പോയിന്റുകൾ നിങ്ങൾ കണ്ടു. പക്ഷേ ഒരു പ്രിവിലേജുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളിയായിട്ടുള്ള റിജിത്തിനെ പോലുള്ളവർ RSSോ കോൺഗ്രസ്സുകാരോ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലെ വരേണ്യവർഗത്തിൻ്റെ ഒരു വിഭാഗക്കാർ നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് പെരിയയിലെ പീതാംബരൻ എന്ന ഇടതുപക്ഷ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 ക്രിമിനലുകൾ അവർ ആക്രമിച്ച വ്യക്തി തിരിച്ചടിച്ചപ്പോൾ ഉണ്ടായ സംഭവം വലിയ രീതിയിൽ കത്തിച്ചു. വലിയ വാർത്താ ആഘോഷമായിരുന്നു. പക്ഷേ ഒരു പ്രിവിലേജുമില്ലാതെ 19 വർഷമായി RSSകാർ ചെയ്ത നിഷ്ഠൂര കൊലപാതകത്തിൻ്റെ വിധിയും കാത്ത് കഴിയുകയായിരുന്നു. ആ വിധി വരുന്നത് പോലും എത്ര വൈകിയാണെന്ന് ആലോചിച്ച് നോക്കൂ. 2 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു എന്ന് പറയുന്നു. ഇനി ആ അമ്മ മാത്രം സ്വന്തം മകനെ RSSകാർ കൊലപാതകം ചെയ്താൽ ആ കേസൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് പരിഗണിക്കപ്പെടുന്നത്. അതിലൊക്കെ ശിക്ഷ വരണമെന്നുണ്ടെങ്കിൽ എത്ര കാലം സാധാരണക്കാർ കാത്തിരിക്കണമെന്നതിൻ്റെ തെളിവാണ് ഇത്. തൂണേരി ഷിബിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാം. ലീഗുകാരോ കോൺഗ്രസ്സുകാരോ RSSകാരോ ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം ഇതുപോലെ വളരെ മെല്ലെപ്പോക്കുണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. നേരെ മറിച്ചുണ്ടാകുന്ന സംഭവങ്ങളെയെല്ലാം ഈ നാട്ടിൽ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നതെന്നും അതിലൂടെ അവർ ഇടതുപക്ഷ പാർട്ടികളെ ഏത് തരം ചാപ്പ കുത്താനാണ് പരിശ്രമിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതുകൊണ്ടാണല്ലോ റിജിത്തിനെ അരുങ്കൊല നടത്തിയ ഈ സംഭവത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്നറിയുമ്പോൾ ചർച്ചയില്ല, ആരുടെയും പ്രതികരണം വേണ്ട, ആരുടെയും കണ്ണീര് വേണ്ട, വൈകുന്നേരങ്ങളിലെ ഇരുട്ടുമുറികളിലെ അന്തിച്ചർച്ചയും വേണ്ട. പക്ഷപാതിത്വമാണോ? കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ജീവനോളം വില എന്തേ റിജിത്തിനില്ല? അപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്നവർക്ക് ചില ജീവനുകൾ നഷ്ടപ്പെടേണ്ടതാണ്. അത് അങ്ങനെയൊക്കെ അങ്ങ് പോകേണ്ടതാണ്. മറ്റ് ചില ക്രിമിനലുകൾ, ഏത് വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിമിനലുകളാണെങ്കിൽ അവർ വളരെ സംഭവമാണ്, അവർ നിഷ്കളങ്കരാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വല്ലാതെ പൊലിപ്പിച്ചു വിടും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. പെരിയ കൊലപാതക കേസിൻ്റെ വിധി വന്നതിന് തൊട്ടടുത്ത ദിവസമുണ്ടായ ഈ സംഭവത്തിൽ വലിയ മാധ്യമ ആഘോഷങ്ങൾ ഉണ്ടാകാതെ പോകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച.